പാർലമെന്റിൽ വില കുറഞ്ഞ രാഷ്ട്രീയ നീക്കങ്ങളുമായി പ്രതിപക്ഷം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യാൻ സെക്രട്ടറി ജനറലിന് നോട്ടീസ് നൽകി. 118 പേർ ഒപ്പിട്ട നോട്ടീസാണ് പ്രതിപക്ഷം നൽകിയത്. തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയ ശേഷമാണ് പ്രതിപക്ഷത്തിന്റെ പുതിയ നീക്കം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇപ്പോൾ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെയാണ് പ്രതിപക്ഷം തിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നീങ്ങുകയാണ്. ഇന്ന് പാർലമെന്റിൽ എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്? നിലിമ, പാർലമെന്റിൽ ലോക്സഭയിൽ ബജറ്റ് ചർച്ചകൾക്ക് മുൻപായി പ്രതിപക്ഷ നേതാവ് രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായി സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് സ്പീക്കറെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയം ലോക്സഭാ സെക്രട്ടറി ജനറലിന് നൽകിയിട്ടുള്ളത്. അതിൽ 118 MP-മാർ ഒപ്പിട്ടിട്ടുണ്ട്. അതായത് പ്രതിപക്ഷത്തിലെ തന്നെ മുഴുവൻ അംഗങ്ങളെയും ഇക്കാര്യം ബോധ്യപ്പെടുത്താനും കൂടെ നിർത്താനും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടി MP-മാരും എല്ലാം തന്നെ സ്പീക്കർ ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പല മുതിർന്ന പ്രതിപക്ഷ നേതാക്കളും ലോക്സഭയ്ക്കകത്ത് ചർച്ച നടക്കണമെന്ന അഭിപ്രായവും വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു പിടിവാശിയാണ്. നേരത്തെ BJP-യുടെ മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഹുലിന്റെ പിടിവാശിയാണ് ഈ ലോക്സഭ ഇത്തരത്തിൽ തുടർച്ചയായി മുടങ്ങാൻ കാരണം. ചട്ടങ്ങൾ പാലിക്കാൻ രാഹുലും കോൺഗ്രസിന്റെ അംഗങ്ങളും തയ്യാറാകുന്നില്ല എന്ന രൂക്ഷമായ വിമർശനം മുതിർന്ന കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ളവർ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സ്പീക്കറെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു അവിശ്വാസ പ്രമേയ നോട്ടീസ് 118 MP-മാർ ഒപ്പിട്ടുകൊണ്ട് ലോക്സഭാ സെക്രട്ടറി ജനറലിന് നൽകിയത്. അത് സെക്രട്ടറി ജനറൽ പരിശോധിക്കും. സെക്രട്ടറി ജനറൽ അംഗീകരിക്കുകയാണെങ്കിൽ 14 ദിവസത്തിന് ശേഷമായിരിക്കും നോട്ടീസ് സഭയ്ക്ക് മുൻപിലേക്ക് വരിക. അത്തരത്തിലൊരു നോട്ടീസ് വന്നാൽ പോലും നിലവിൽ ആ അവിശ്വാസ പ്രമേയം വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിപക്ഷം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ നാടകമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ അവിശ്വാസ പ്രമേയത്തെ നോക്കിക്കാണുന്നത്. മോദി സർക്കാരിന്റെ കാലത്ത് ഇതാദ്യമായാണ് ഇത്തരത്തിൽ സ്പീക്കറെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസ് എത്തുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ BJP വനിതാ MP-മാരുടെ ഭാഗത്തുനിന്ന് ഒരു കത്ത് സ്പീക്കർക്ക് നൽകിയിട്ടുണ്ട്. പാർലമെന്റിന്റെ അന്തസ്സും മര്യാദയും തകർക്കുന്ന രീതിയിൽ സഭയ്ക്കകത്തും പാർലമെന്റിന് പുറത്തും പെരുമാറുന്ന പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കണം എന്നാണ് BJP വനിതാ MP-മാർ സ്പീക്കർക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയത്. മാത്രവുമല്ല ജിഷ്ണു, ഈ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിന്റെ പൊള്ളത്തനം തന്നെ വ്യക്തമാണ്. കാരണം ഈ രാഹുലിനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണല്ലോ ഈ പ്രതിപക്ഷം ഓം ബിർളയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ രാഹുൽ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായും രാഹുലിൻ്റെ അത്തരത്തിലുള്ള പ്രസ്താവനകളിലും ഉള്ള പൊള്ളത്തരങ്ങൾ നേരത്തെയും തുറന്നു കാട്ടിയിട്ടുള്ളതാണ്. അത് വിവിധ വിഷയങ്ങൾ കോടതികളുമായി ബന്ധപ്പെട്ടാണെങ്കിലും സഭയിലെ കാര്യങ്ങളും രാഹുൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കൊന്നും കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനോ ശേഷിയില്ലാത്ത നേതാവാണ് രാഹുൽ എന്ന് BJP നിരവധി തവണ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് പെഗാസസ് കേസിൽ അറിയാം. പെഗാസസ് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ആരോപണം പാർലമെന്റിൽ ഉന്നയിച്ചത് രാഹുലായിരുന്നു. പക്ഷേ കോടതി അത് പരിഗണിക്കുകയും തെളിവുകൾ ഹാജരാക്കാൻ സ്വന്തം ഫോൺ ഹാജരാക്കൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അതിന് പോലും രാഹുൽ തയ്യാറായിരുന്നില്ല. അതിന് സമാനമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയപ്പോഴും രാഹുലിൻ്റെ ഒപ്പ്. അതുമാത്രമല്ല കോൺഗ്രസ് അംഗങ്ങളുടെ തന്നെ അപ്പുറത്തേക്ക് മറ്റ് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെ ചേർത്ത് നിർത്താൻ പോലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും സമാജ്വാദി പാർട്ടിയുടെ മറ്റംഗങ്ങളാണെങ്കിലും അത്തരത്തിൽ മുതിർന്ന പ്രതിപക്ഷത്തുള്ള അംഗങ്ങളെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ട് അവിശ്വാസ പ്രമേയത്തിൻ്റെ നോട്ടീസ് നൽകാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നാടകം എന്നതിനപ്പുറത്തേക്ക് ഇതിന് പ്രസക്തിയില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നീലിമ. ഓക്കെ, ജിഷ്ണുവാണ് പാർലമെന്റിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ പങ്കുവച്ചത്.